അവസാനം ഈ മുഹമ്മദ് സർജുവിൻ്റെ വീഡിയോസ് നിങ്ങൾ അത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങൾ പല ആൾക്കാർ ഈ മുഹമ്മദ് സർജുവിൻ്റെയും ഉമ്മാൻ്റെയും വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു പക്ഷേ ബിഗ് ബോസ് സംബന്ധമായിട്ട് വൈറലായതിനു ശേഷമായിരിക്കും. ഞാൻ അതിനു മുമ്പ് ഇവരുടെ വീഡിയോ കാണുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഈ പയ്യൻ നൗഫൽ എന്ന് പറഞ്ഞ പുള്ളി സർജു ആയിരുന്നു മെയിൻ കഥാപാത്രങ്ങൾ. സർജുവാണ് സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ക്യാമറ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നൗഫൽ നല്ല ടൈമിംഗ് ഉള്ളൊരു സംഭവമാണ്. ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന സംഭവമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ചെറിയ ഫീൽ ഗുഡ് എന്താ പറയുക, ഒരു പുഞ്ചിരിയോടൊക്കെ കണ്ടിരിക്കാവുന്ന വീഡിയോസാണ് ഇവർ ചെയ്യുന്നത് സംഭവം. പക്ഷേ ഇടയ്ക്ക് ഇവരുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഈ കൊല്ലം ഭാഷ, കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഇവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടും. കാരണം ഇവർ തനി കൊല്ലം ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത്രത്തോളം ഒക്കെ തിരുവനന്തപുരമല്ല, എല്ലാം അങ്ങ് വടക്കോട്ട് പത്തനംതിട്ടയിലോട്ട് കയറിയിട്ടില്ല. ഇത് രണ്ടിനിടയ്ക്ക് നിൽക്കുന്ന ഒരു വീട്ടിലാണ് കൊല്ലം ഭാഷ. പെട്ടെന്ന് മിമിക്രിക്കാർക്കോ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഭാഷയുമല്ല. നല്ല രസമാണ് അവർ ആ ഭാഷ പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ എനിക്ക് അവരുടെ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഇഷ്ടമായിരുന്നു. അതിനുശേഷം ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഈ സർജ് ഇട്ടു തുടങ്ങി. അങ്ങനെ ഇവരുടെ വീഡിയോസ് ഭയങ്കര വൈറലായി. അങ്ങനെ ആയിരിക്കും പൊതുസമൂഹത്തിന് ഇവരെ കൂടുതൽ പരിചയം. ശരിയാണ്, നമ്മുടെ വീഡിയോസ്, ബിഗ് ബോസിൻ്റെ റിവ്യൂ വീഡിയോസ് ഉള്ളതിന് ശേഷമാണ് സർജുവിൻ്റെ വീഡിയോസ് വൈറലാവുന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ ഇവരെ തമ്മിലുള്ള തെറ്റിദ്ധാരണയാണ്. ഇവരെല്ലാവരും ബന്ധുക്കളാണ്. ഈ നൗഫൽ എന്ന് പറയുന്നത് ഇവരുടെ സർജുവിൻ്റെ കുഞ്ഞമ്മയുടെ മോൻ എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം നൗഫൽ സർജുവിൻ്റെ ഉമ്മാനെ വിളിക്കുന്നത് മൂത്തമ്മാണ്. ഇവരെല്ലാം ബന്ധുക്കൾ, സ്നേഹിതർ, ഒരേ നാട്ടുകാരും. ഇത് തന്നെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ നേരത്തെ ഇവരുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ കണ്ടന്റ് മാത്രമായി മാറി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രശ്നങ്ങളെല്ലാവരും എന്തായാലും പറഞ്ഞു തീർക്കട്ടെ, ഒരുമിച്ച് പോട്ടെ. ഈ യൂട്യൂബർമാർ പറയുന്ന പോലെ ഒരു വിഷയമൊന്നുമല്ല. ഇവർ അസൂയ മൂത്തിട്ടോ ഈഗോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, ചെറിയ വിഷയങ്ങളാണ്. അപ്പോൾ ഇവർ സംസാരിച്ച് തീരട്ടെ. പഴയ നൗഫലും നിങ്ങളുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യട്ടെ. അതല്ല സർജു, നിങ്ങൾ ഒട്ടിക്കത്തെ സ്ക്രിപ്റ്റാണ്, ട്വിസ്റ്റാണ്. നൗഫലിന് വേറൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണോ? നിങ്ങൾ രണ്ടു വഴിക്ക് നിങ്ങളെ പ്ലാൻഡ് സ്ക്രിപ്റ്റ് ആണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നിങ്ങളുടെ വീഡിയോസ് എല്ലാം എനിക്കിഷ്ടമാണ്. പേഴ്സണലി നന്നായി വരട്ടെ. വീണ്ടും കാണാം. നൗഫലുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ സഹോദരങ്ങളായാലും കുടുംബമാണ്. അവസാനിപ്പിച്ച് സന്തോഷമായിട്ട് പോട്ടെ. താങ്ക് യു.